محمد على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وسلم على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما سلمت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم وتحنن على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما تحننت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم أنت النور فنور بصائرنا بنور معرفتك، وأنت الحق فثبت أقدامنا على صراط هدايتك، وأنت الغني فاغننا بفضلك عمن سواك. عونك اللهم فيما نحاول، وعفوك عن الزلل المداخل، ومددك الممدود لكل متعرض متوسل سائل. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. الحمد لله. മുമ്പത്തെ ദിവസങ്ങളിൽ വിദായത്തുൽ ഹിദായ നമ്മൾ തുടങ്ങി. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തത് വരെ അതും അതിൻ്റെ അപ്പുറമുള്ളതും അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. കാരണം അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹു തആല റമളാൻ കഴിഞ്ഞിട്ട്, റമളാനിൽ ദർസ് എടുക്കാറില്ല അപ്പോൾ ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ദർസ് ഇൻഷാ അല്ലാഹു തആല കലിമാത്ത്, കുറച്ച് വാക്കുകളുണ്ട് റമളാനെ കുറിച്ചും, എങ്ങനെയാണ് ഈ റമളാനെ വരവേൽപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ റമളാനിനെ കാണേണ്ടത് എന്നുള്ളത് പറയുന്ന ഒരു ദർസാണ്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ ഇബ്നു മാജ തിർമിദി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇദാ ജാ റമളാൻ, റമളാൻ വന്നു കഴിഞ്ഞാൽ നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ജാഅക്കും റമളാൻ ഷഹ്റും മുബാറക്, നിങ്ങളുടെ അടുത്തേക്ക് റമളാൻ എത്തിയിരിക്കുന്നു, അത് ഒരു ബറക്കത്തുള്ള ഷഹ്റാണ്. ഹദീസ് ശരിക്കും കേൾക്കാം. ഹദീസിൻ്റെ വാക്കുകൾ അർത്ഥം വെച്ച പോലെയല്ല, അത് ഓരോ വാക്കിൻ്റെ അവിടെ നിൽക്കുക, എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. റമളാൻ ഷഹ്റു, ജാഅക്കും റമളാൻ ഷഹ്റും മുബാറക്. ഇബ്നു മാജ എന്താണ് പറയുക, തിർമിദിൻ്റെ ലഫ്ദ് എങ്ങനെയാണ് പറഞ്ഞത്? ജാഅക്കും റമളാനു ഷഹ്റും മുബാറക് സുഫിദത് ഫീഹി ശയാത്തീനു വമറദത്തുൽ ജിൻ, സുഫിദത് ഫീഹി ശയാത്തീനു വമറദത്തുൽ ജിൻ വഗുല്ലിഖത് അബ്വാബുൻ നാർ ഫലം തുഫ്തഹ് മിൻഹാ അയ്യു ബാബ് വഫുത്തിഹത് അബ്വാബുൽ ജന്ന فلم تغلق منها أي باب. ونادى مناد يا داعي الخير أقبل ولله عتقاء من النار وذلك كل ليلة. ഇമാം അഹ്മദ് തങ്ങളെ റിപ്പോർട്ടിൽ പറയുകയാണ് ഈ ഹദീസ് തന്നെ. ഇമാം അഹ്മദ് പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, ആദ്യത്തെ രാത്രി, റമളാൻ്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ, അതായത് പിറ്റേന്ന് നോമ്പാണ്, അതിൻ്റെ മുമ്പത്തെ രാത്രി തന്നെ എന്തായി, ഈ തസ്ഫീദ്, അതായത് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട രൂപത്തിലായിരിക്കും ആര്, ശൈത്താന്. അപ്പോൾ മറ്റേ ഹദീസിൽ വന്ന് എന്താണ്, യാ ദാഇ അൽ ഖൈരി അഖ്ബിൽ യാ ദാഇ അശ്ശരി അദ്ബിർ എന്ന് പറഞ്ഞത് അഹ്മദിയിൽ വന്നിട്ടുള്ള അഹ്മദ്. അപ്പോൾ ഈ ഹദീസുകളിൽ നമ്മളോട് പറയുന്നൊരു വിഷയമുണ്ട്, മനുഷ്യനെ അമലിക്ക് മുന്നിടൂ. കാരണം ശൈത്താനിൻ്റെ ഒരു പ്രലോഭനോ ശൈത്താനിൻ്റെ ഒരു പ്രശ്നമോ അവിടെ കിടക്കുന്നില്ല. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച ആ പ്രയോഗം, ആ ലഫ്ദ് നോക്കിട്ട, സുഫിദത്ത് എന്നാണ് പറഞ്ഞത്. പ്രയോഗം ശക്തമാണ്. നമ്മൾ പറയുക അക്കല, അക്കല എന്ന് പറയും. പ്രയോഗത്തിന് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിൽ ഒരു ശക്തിയുണ്ട്. ഫഅല എന്നറിയുമ്പോൾ അത്
ഭയങ്കരമായി കെട്ടി എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ അർത്ഥം. സുഫിദത് വെറും കെട്ടിന്നല്ല, ഉറപ്പുള്ള കെട്ടാണ്. ആ കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉറപ്പുള്ള കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ തനിക്ക് ചെയ്യാളൊക്കെ ചെയ്തോളൂ, അവരെ ഒരു ശല്യം പോയിട്ട് ഒരു ഊതൽ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അങ്ങനത്തെ കെട്ടാണ്, വല്ലാത്ത കെട്ടാണ് കെട്ടിയിട്ടുള്ളത്. സുഫിദത് ഫീ വഗുല്ലിഖത്. ഗുല്ലിഖ എന്ന് പറയുമ്പോൾ അതിന് ശക്തി കൊടുക്കുമ്പോൾ തീർച്ചയായും റബ്ബ് ജല്ല ഇങ്ങനെ പൂട്ടുന്നത് എന്തിനാ പറയുന്നത്? ഉറപ്പിക്കാൻ. നരകത്തിൻ്റെ കവാടം പൂട്ടിട്ടൊക്കെ, ഷെറിൻ്റെ വാതിലൊക്കെ അള്ളാഹു അടിച്ചൊക്കെ, ഖൈറിൻ്റെ വാതിലൊക്കെ തുറന്നേക്കെന്നല്ല, വഫുത്തിഹത് ഉറപ്പായിട്ടും തുറന്നേക്കാണ്. ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ മനസ്സിലാവും റഹ്മത്തിൻ്റെ കവാടം അള്ളാഹു തുറന്ന്, അവസാനമില്ലാത്ത തുറക്കൽ തുറന്ന് ഷെറിൻ്റെ കവാടങ്ങളൊക്കെ അടിച്ച് അള്ളാഹു മനുഷ്യൻ്റെ കൽബിൽ ഉദ്ദേശിക്കണവരെ കൽബിൽ ഖൈറിട്ട് കൊടുക്കേണ്ടതാണ്. ഈ ഹദീസിനെ കൂടുതൽ വെളിവാക്കുന്ന ഹദീസാണ് ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് മാലിക് ബിൻ ഹുവൈരിസ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മിമ്പർമ കയറി എന്നുള്ള ഹദീസ്. റഖാ അത്ബതൻ, മിമ്പറിൻ്റെ ആദ്യത്തെ പടി കയറി. അപ്പോൾ ആമീൻ എന്നറിഞ്ഞ്. രണ്ടാമത്തെ അത്തബത്ത്, രണ്ടാമത്തെ പടി കയറി. ഫഖാല ആമീൻ. മൂന്നാമത്തെ പടി കയറി. ഫഖാല ആമീൻ. സഹാബാക്കൾ എന്താണ് ഇത് ചോദിക്കും, എന്താണ് ഉണ്ടായത് ചോദിക്കുക. അപ്പോൾ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാഅനി ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്ന്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹ് ഫബഅദഹു അല്ലാഹ്. അപ്പോൾ ഞാൻ ആമീൻ, ഫഖുൽതു ആമീൻ. മറ്റേ റിപ്പോർട്ടിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ പറയാം, ഫബഅദഹു അല്ലാഹ് ഫഖുൽ ആമീൻ, ഫഖുൽതു ആമീൻ. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആരക്കാണ്, നബി ആമീൻ എന്ന് അറിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആരക്കണ ആൾക്കും ജവാബുണ്ട്, ആമീൻ എന്ന് അറിയണ ആളും ജവാബുള്ള ആളാണ്. അതായത് തീർച്ച, അലാഖ് തീർച്ച. രണ്ടാമത്തെ പറഞ്ഞ് മൻ അദ്റക അബവൈ ഔ അഹദുഹുമ, ഇത് പറഞ്ഞ് ആരെങ്കിലും ഉമ്മാനൊക്കെ വന്ന് അവരെ നന്നായിട്ട് നോക്കില്ല, അവരെ അലാക്കാവട്ടെ. പിന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന എന്താ, അതായത് മൂന്നാമത്തെ പറഞ്ഞ് ആരെങ്കിലും എൻ്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവരും ഹലാക്കാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി ഫബഅദഹു അല്ലാഹു ഖുൽ ആമീൻ ഖുൽതു ആമീൻ. ഇതാണ് ഹദീസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹു ഫഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് മനസ്സറിഞ്ഞ് കേൾക്കുക. മൻ അദ്റക, ആരേലും റമളാനിൽ പ്രവേശിച്ചിട്ട്, എന്താ പറഞ്ഞത്? ആരേലും റമളാനിൽ പ്രവേശിച്ചു എന്നിട്ട് പുറക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ വിദൂരമാവട്ടെ എന്നറിഞ്ഞ്. അപ്പോൾ റഹ്മത്തിൽ പ്രവേശിക്കാൻ എന്തുണ്ടായാൽ മതി? ഈ ഹദീസിന് തിരിയെന്തെന്താ? അള്ളാഹിൻ്റെ റഹ്മത്തിൽ പ്രവേശിക്കാൻ എന്തുണ്ടായാൽ മതി? ഒന്നുകൂടി കേട്ടോക്ക്. മൻ അദ്റക റമദാൻ, ആരേലും റമദാനിൽ പ്രവേശിച്ചു എന്നിട്ട് അവനക്ക് റഹ്മത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവന് വിദൂരമാവട്ടെ. അതായത് അവന് അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാവട്ടെ. അപ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? അള്ളാഹിൻ്റെ റഹ്മത്തിൽ കിടക്കാൻ റമദാൻ പ്രവേശിച്ചാൽ മതി. ഹദീസിൽ അങ്ങനെയല്ല പറയുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രവേശിക്കാൻ റമദാനിൽ പ്രവേശിച്ചാൽ മതി. അത്രയും പറയുന്നത് എന്താ? എല്ലാ റഹ്മത്തിൽ. അതാണ് ആദ്യത്തെ ഹദീസ്, ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിൽ മുറുകെ തുറക്കപ്പെട്ടു എന്ന് അറിഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. റഹ്മത്തിൻ്റെ എല്ലാ വാതിലും തുറന്നോട്ട്. ഇതാണ് ഞാൻ പറയാറുണ്ട്, മുമ്പും പറയാറുണ്ട്. അത് ആ ഹദീസുകൾ, റഹ്മത്തിൻ്റെ ഹദീസുകൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ, റമളാൻ്റെ ഖാസായ റഹ്മത്തിൻ്റെ ഹദീസുകൾ തുറന്നു നോക്കിയാൽ അത് പടിപ്പടിയായിട്ട് കാണാൻ പറ്റും. നോക്കുക,
قال رسول الله صلى الله عليه وسلم بخاري مسلم الله حديث من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ആരേലും റമദാൻ ഈമാനോടെ അള്ളാഹു ഫർളാക്കിയതാണ്, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്നുള്ള വിശ്വാസത്തോടെ അയാൾ, അല്ലാണ്ട് ഡയറ്റിങ്ങിനോ ആൾക്കാരെ കാണിക്കാനല്ല, അങ്ങനെ വിശ്വസിച്ചിട്ട് ഒരാൾ നോമ്പ് നോറ്റാൽ വഹ്തിസാബ പ്രതിഫലം അള്ളാഹുവിൻ്റെ മാത്രം തേടി. അപ്പോൾ പ്രതിഫലം അങ്ങനെ തേടില്ല. പക്ഷേ ചില സമയത്ത് ചിലർ സംസാരം ഒഴിവാക്കും, ആൾക്കാരുടെ അടുത്തു നിന്ന് ഒഴിവാകും. എന്തിനാണ് ഒഴിവാകുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും റമദാനായിട്ട് നിങ്ങളങ്ങനെ കാണുന്നില്ലല്ലോ, റമദാനായിട്ട് നിങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ അടിച്ചു പൂട്ടിയിരിക്കല്ലോ, ആ ഓതൽ തന്നെ ആയിരിക്കും. അത് ആ പറച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, ഒഴിവാകുന്നു. അങ്ങനല്ല, റബ്ബിന് വേണ്ടിയിട്ടാണ് ഒഴിവായത്. അതാണ് വഹ്തിസാബ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, വരുന്ന, അതായത് അടുത്ത റമദാൻ വരെ പൊറുക്കപ്പെടുന്ന, ഈ അടുത്ത റമദാൻ വരെ പൊറുക്കപ്പെടും എന്നുള്ളത് ഈ ഹദീസിൽ വെളിവായിട്ട് പറഞ്ഞില്ലെങ്കിലും വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്. സലാത്തുൽ ഖംസി എന്താണ് നിസ്കാരം വരെ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമദാനു ഇലാ റമദാൻ കഫാറാത്തു ലിമാ ബൈനഹുമാ ഇദാ ഇജ്തനബത്തിൽ കബായിർ എന്ന് പറഞ്ഞു. ആ ഹദീസ് ഈ ഹദീസിനെ തഫ്സീർ ചെയ്യുന്നുണ്ട്. ഒരു റമദാൻ മറ്റേ റമദാനിന് പൊറുക്കപ്പെടും എന്ന് അറിഞ്ഞതാണ് ഇത്. അതെങ്ങനെ ഈമാൻ വഹ്തിസാബായിട്ട്. അപ്പോൾ ഒരാൾ 5 നോമ്പുണ്ട്, അതിലത്തെ 5 നോമ്പ് ഈമാൻ ഇഹ്തിസാബായി, ബാക്കിയുള്ള 25 നോമ്പ് ഈമാൻ ഇഹ്തിസാബായി, ഡേഞ്ചറിലാണ് അയാൾക്ക് മൻസാമ റമദാന ഈമാൻ ഇഹ്തിസാബായിൽ കടക്കുമെന്നുള്ള ഒരു ഡേഞ്ചറുണ്ട്. കാരണം മൻസാമ റമദാന എന്ന് പറഞ്ഞത് മീൻ റമദാന എന്ന് അറിഞ്ഞിട്ടില്ല. റമദാൻ നോമ്പ്, റമദാൻ 29 ദിവസം അല്ല 30 ദിവസമാണ്, അത് കിട്ടിയില്ല എന്ന് വെച്ചോ. അപ്പോൾ ഉദ്റുള്ളവർ അതിൽ പെടില്ല, സ്ത്രീകൾ പോലെ അല്ല വയ്യാത്ത ആൾക്കാർ പോലെ അത് അതിൽ പെടില്ല. അവർക്ക് ഉദ്റുണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കും. മറ്റേ ഹദീസ് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരേലും ഖിയാമുണ്ടായാൽ, രാത്രി ഉണർത്തിയാൽ, റമദാൻ്റെ രാത്രികൾ ഉണർത്തിയാൽ അത് ഈമാനോടായിരിക്കണം. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു എല്ലാതും അറിയുന്നുണ്ട്, അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള വിശ്വാസത്തോടെ, അള്ളാഹു തൗഫീഖ് തരണേ എന്നുള്ള വിശ്വാസത്തോടെ ചെയ്താൽ, വഹ്തിസാബൻ, അത് റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം തേടുന്നത്. അപ്പോൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതിൻ്റെ ഏറ്റവും കുറവായ രൂപമുണ്ട്, പൂർണ്ണമായ രൂപം ആ രാത്രി മുഴുവനും ഉണർത്തുക. കുറവായ രൂപം ജമാഅത്തിൽ ഇശാ നിസ്കരിക്കുക, വിത്ർ നിസ്കരിക്കുക, ജമാഅത്തിൽ സുബ്ഹി നിസ്കരിക്കുക. ആരേലും ജമാഅത്തിൽ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ പകുതി രാത്രി ഉണർത്തിയ പോലെയാണ്. ആരേലും പിറ്റേ ദിവസം രാവിലെ സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവനും ഉണർത്തിയ സ്ഥാനത്താണ്. ഉണർത്തിയതല്ല, ഉണർത്തിയ സ്ഥാനത്താണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടാവണം. പറഞ്ഞിരിക്കുക, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടാവണം. എന്ത്? അതും ഈമാനോട് ഇഹ്തിസാബോടെ ആയിരിക്കണം, അള്ളാഹു മാത്രമായിട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മൻഖാമ റമദാനിൽ പെടാൻ പറ്റും. ഏറ്റവും കുറവായ രൂപ പറഞ്ഞത്. പള്ളി നിസ്കരിക്കണം, ആരേലും ഇശാ പള്ളി നിസ്കരിച്ച് കഴിഞ്ഞാൽ അവന് പകുതി രാത്രി നിസ്കരിച്ച പോലെ ഹദീസിൽ വന്നിട്ടുള്ള. ആരേലും പള്ളിയിൽ സുബ്ഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇതും അതും കൂടി കൂട്ടിയിട്ട് പൂർണ്ണമായി രാത്രി നിസ്കരിച്ച പോലെ സ്ഥാനത്താണ്, സ്ഥാനത്ത് മാത്രമാണ്. ഇതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയത് 3 വട്ടം ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ സ്ഥാനത്താണ്. 10 ഒരു കലിമത്തിന് 10 ഹസനാത്ത് കിട്ടിയ സ്ഥാനത്ത് അത് കിട്ടില്ല, ഓതിയ സ്ഥാനത്താണ്. പക്ഷേ ഖുർആൻ ശരിക്കും ഓതേണ്ടെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടിയോ എത്ര ഇരട്ടിയോ അല്ലാഹു അലം. 10 ഹസനാത്ത് ഇലാ ദഅഫിൻ കസീറ വല്ലാഹു യുദാഇഫു ലിമൻ യശാ അല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. അപ്പോൾ ഒരാൾ ഖിയാമും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നോമ്പിൻ്റെ ഈമാൻ ഇഹ്തിസാബും കിട്ടിയില്ല, ഖിയാമിൻ്റെ ഈമാനും ഇഹ്തിസാബും കിട്ടിയില്ല. അതിൻ്റെ താഴെ വരുന്നതാണ് നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലിസ്സായിമി ദഅവതുൽ ലാ തുറദ്. ലിസ്സായിമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്സായിമി ദഅവതുൽ ലാ തുറദ്.
നോമ്പുകാരൻക്ക് ഒരു ദഅവത്തുണ്ട്, അതൊരിക്കലും തള്ളപ്പെടൂല, ഒരിക്കലും തള്ളപ്പെടൂല. മുസ്തജാബായ ഒരു ദുആ ഉണ്ട് നോമ്പുകാരൻ. എല്ലാ ദിവസവും അള്ളാഹ് എനിക്ക് പൈസ തരണേ, എനിക്ക് കുട്ടികൾ തരണേ, എനിക്കതാക്കണമെന്നല്ല പറയുന്നത്. റമളാൻ അതൊക്കെ വിടാ, റബ്ബെ പുറത്തരണേ, റബ്ബിൻ്റെ തൃപ്തി തരണേ എന്ന് അറിഞ്ഞ് ദ്വാരക്കാം. 12 മാസത്തിൽ 11 മാസം അങ്ങനെയല്ല ഇത് വരക്കുന്നത്. റബ്ബെ എനിക്ക് ജോലി തരണേ, പൈസ തരണേ, മക്കൾ തരണേ, എനിക്ക് പ്രൊമോഷൻ തരണേ, പോസ്റ്റിൻ്റെ കണ്ണ് വെട്ടിച്ച് ഓടാനുള്ള തൗഫീഖ് തരണേ, അങ്ങനെയൊക്കെ അല്ല ഇത് വരക്കുന്നത്. അതൊക്കെ ഒഴിവാക്കുക, റബ്ബെ പൊറക്കലിനെ തന്നെ ബസ്. കാരണം ഇതിൽ ആ വലിയ വിജയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹലാക്കാവും. അതിനെക്കാട്ടി നല്ല റമളാൻ മൊത്തം ദുആ ചെയ്യണ്ട, റബ്ബെ പുറത്ത് തരണേ, റബ്ബെ അങ്ങനെ ദുആ ചെയ്യാ, റബ്ബെ പുറത്ത് തരണേ. അല്ലാഹുമ്മ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അല്ലാഹുമ്മ ദുആണ് അല്ലാഹുമ്മ റഹ്മതുക വസിഅത് കുല്ല ഷൈ വർഹംന വഗ്ഫിർ ലനാ മഗ്ഫിറതുക വസിഅത് കുല്ല ഷൈ വഗ്ഫിർ ലനാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന ദുആണ് റമളാനിൽ. അപ്പോൾ എന്ത് ചെയ്യുക? എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യുക. റബ്ബേ ظلمنا أنفسنا ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لنا مغفرة من عندك وارحمنا إنك أنت الغفور الرحيم. أبو بكر رضي الله عنه رسول الله صلى الله عليه وسلم പഠിപ്പിച്ച ദുആ. അപ്പോൾ ഇനി ഒരാൾക്ക് ആ ദഅവത്തും മുസ്തജാബത്തും കിട്ടിയില്ലെങ്കിൽ പ്രത്യേകമായ ദഅവത്തുണ്ട്. ലിസ്സായിമി ദഅവത്തുൻ ഇൻദ ഫിത്രി, നോമ്പ് ഇറക്കുന്ന സമയത്ത് ഒരു മുസ്തജാബായ ദഅവത്തുണ്ട്. അപ്പോൾ ഇതുവർക്ക് സ്പെസിഫൈ ആയ സമയത്തുണ്ട്, അതും കിട്ടില്ല. ലാ ഹൗല വലാ ഖുവത, എന്താ ഹലാക്കാണ് ഇയാൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ പറഞ്ഞു മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ, കുറച്ചുകൂടിയും എന്ത് ചെയ്ത് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞു. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരേലും ലൈലത്തുൽ ഖദ്ർ ഈമാനോടെ പൂർണ്ണമായി അള്ളാഹുവിന് വേണ്ടി മാത്രമായി, ആൾക്കാരെ കാണിക്കാനല്ല, അള്ളാഹുവിൻ്റെ അടുത്തും പ്രതിഫലം തേടി, പൊറുക്കലിനെ തേടി, അള്ളാഹുവിൻ്റെ തൃപ്തി തേടിയിട്ട് ഒരാൾ ലൈലത്തുൽ ഖദ്ർ ഉണർത്തി കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹു എന്തിരിക്കും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞത്. ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10 ഉണ്ടാവാമെന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അവസാന 10 എല്ലാവരും പോയിട്ട് പള്ളിയുടെ മുറ്റത്തേക്ക് 27 രാവ്, 27 രാവായാലായി. പക്ഷേ എല്ലാപ്പോഴും 27 രാവാവണമെന്നില്ല. 21 രാവാവാം, 23 രാവാവാം, 25 രാവാവാം, 27 രാവാവാം, 29 രാവാവാം. 27 രാവിൽ മാത്രം ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്നുള്ളത് അത് എന്താണ് പറയുക, ചിലവർ പറഞ്ഞതാണ്. പക്ഷേ 27 രാവ് മാത്രമല്ല. അപ്പോൾ ഒരാൾ 27 രാവിൽ ഡോറും പൂട്ടിയിട്ട് ഇബാദത്തിന് മാത്രം ഇരിക്കുമ്പോൾ ശരിക്കും ഇയാൾ ആലോചിക്കുക, ഇനി 27 രാവന്നെ എന്ന് വിചാരിച്ചോ. ഇയാൾ ആദ്യം മനസ്സിലാക്കുക, ഇയാൾ സ്വയം പറ്റിക്കാൻ നടക്കുകയാണ്. കാരണം 27 രാവ് ഇയാൾ ഇബാദത്ത് എടുക്കാൻ ഇറങ്ങിയത് പൈസ കൊടുത്ത് മേടിക്കണം റഹ്മത്താ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം ഇദാ ദഖല അൽ-അശ്റുൽ അവാഖിർ, അവസാന 10 ഷദ്ദ മിഅ്സറ വഅയ്ഖദ അഹ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന തുണി മുറുക കെട്ടും, അതായത് അമലിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. കാന യജ്തഹിദു ഫിൽ അശ്രി അൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരി, അവസാന 10 ഇജ്തിഹാദ് ചെയ്തിരുന്നു. എങ്ങനത്തത് തുടക്കത്തിൽ ബാക്കിയുള്ള സമയത്തൊന്നും ഇജ്തിഹാദ് ചെയ്യാത്ത അത്രയും ഇജ്തിഹാദ് ചെയ്തിരുന്നു. എന്തിന്? നമുക്ക് പഠിപ്പിച്ചു തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്, ഈ 10 ലൈലത്തുൽ ഖദ്ർ. ഈ 10 ആർക്കും റഹ്മത്ത് കിട്ടില്ല. ഇനി മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ, അയാൾ 5 ദിവസം ഇജ്തിഹാദ് ചെയ്ത് പിന്നെ ടയേർഡായി, അവസാനം 10 മുഴുവൻ പ്രശ്നമാണ്. പോട്ടെ, അവസാനം 10 വേണ്ട, ഒറ്റ രാവ് മതി. ഒറ്റ രാവിൽ 21 രാവ്, 23 രാവ്, 25 രാവ്, 27 രാവ്, 29 രാവ്. ഈ 5 രാവിൽ ഉണർത്താൻ പറ്റില്ല. അതും പറ്റണില്ല. എന്ത് മനുഷ്യനത്? ഇനി അതും കിട്ടില്ല, ഇനി എന്തപ്പം കിട്ടാനുള്ളത്? അപ്പോൾ പറഞ്ഞ് അവിടെ ഷഫാഅത്ത് ഉണ്ട്.
അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി അൽ-അബ്ദ യൗമൽ ഖിയാമ. യഖൂലു അസ്സിയാം ഐ റബ്ബി മനഅതുഹു അത്ത്അാമ വശഹവാത ഫിന്നഹാരി ഫശഫിഅ്നി ഫീഹ്. നോമ്പ് പറയും, റബ്ബേ, റബ്ബിന് വേണ്ടിയിട്ട് അയാൾ നോമ്പോറ്റ് അയാളെ ഭക്ഷണം ഷഹ്വത്തൊക്കെ അയാൾ ഒഴിവാക്കി റബ്ബിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അള്ളാഹുവേ, എനിക്ക് അവൻ്റെ മേൽ ശഫാഅത്ത് കൊടുക്കാനുള്ള തൗഫീഖ് തരണേ. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും ഐ റബ്ബി മനഅതുഹു നൗമ ഫിന്നഹാർ ഫശഫിഅ്നി ഫീഹ്. റബ്ബ് നൗമ ഫില്ലൈൽ, രാത്രിയിൽ ഉറങ്ങണ സമയത്ത് ഞാൻ അവനെ ഉണർത്തി, ഇന്ന ഓതാൻ വേണ്ടിയിട്ടാണ് അവനെ ഉണർന്നത്. അള്ളാഹുവെ ഷഫാഅത്ത് കൊടുക്കണേ റബ്ബെ. അപ്പോൾ ഫയുഷഫഅൻ, അവർ രണ്ടാളും ഇവരുടെ മേൽ ഷഫാഅത്ത് പറയും. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്താണ് പറയുക, നോമ്പ് നോക്കാൻ അത്തായത്തിന് എണിക്കണേൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ഉറക്കത്തിൽ നിന്ന് എണിക്കുക, ഖുർആൻ ഓതാനായിട്ട് എണിക്കുക. ഇതൊന്നും ഒരാൾക്ക് കിട്ടില്ല. ഇങ്ങനെ ഏത് ഹൈറപ്പുള്ള എല്ലാ വാതിലും തുറന്ന് എല്ലാ ഹൈറിൻ്റെ കവാട റബ്ബ് തുറന്ന് തന്നിട്ട് ഇതൊക്കെ ഇത്രയും പ്രത്യേകമായി റമളാനിൽ കൊടുന്ന് വെച്ചിട്ട് ആദ്യം ചെയ്തില്ല, രണ്ടാമത്തെ പെട, രണ്ടാമത്തും ചെയ്തില്ല, മൂന്നാമത്തെ പെട, മൂന്നാമത്തും ചെയ്തില്ല, നാലാമത്തെ പെട, നാലാമത്തും ചെയ്തില്ല, അഞ്ചാമത്തെ പെട, അഞ്ചാമത്തും ചെയ്തില്ല, ആറാമത്തെ പെട, ആറാമത്തെ ഇനി എത്ര എണ്ണ വേണ്ടത്? ഫുത്തിഹത് അബ്വാബുൽ ജന്ന എന്ന് പറഞ്ഞ് ഫലം തുഗ്ലഖ് മിൻഹാ അയ്യു ബാബ്, ഒരു കവാടം പൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതായത് അതിനർത്ഥം വേണ്ടവർക്ക് ഈ വാതിലിൽ കൂടി കിടക്കുക, വേണ്ടവർക്ക് ഈ വാതിലിൽ കൂടി കിടക്കുക, വേണ്ടവർക്ക് ഈ വാതിലിൽ കൂടി കിടക്കുക, വേണ്ടവർക്ക് ഈ വാതിലിൽ കൊടുക്കുക. 8 വാതിലുണ്ട് സ്വർഗത്തിന്. ഓരോ 8 വാതിലിൽ കൂടിയും ആൾക്കാർക്ക് കിടക്കുക. വേണ റമളാനിൽ 8 വാതിലിൽ കൂടിക്കും ആൾക്കാർക്ക് കിടക്കാനുള്ള തൗഫീഖ് ഉണ്ട്. അതിനുള്ള എല്ലാതും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ 8 വാതിൽ തുറന്നതെന്നുള്ളതിൻ്റെ അർത്ഥം? കടക്കണവരൊക്കെ കടന്നോളൂ, ഞാൻ അതിനുള്ള എല്ലാ അവസരവും ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ. ചുരുക്കം പറഞ്ഞാൽ റമളാന് എന്ത് ചെയ്യുക, കൂടുതൽ ഇബാദത്തിലെടുക്കുക. കമ്മിറ്റി പ്രവർത്തനങ്ങളുടെ പേരിൽ മീറ്റിംഗ് ഒഴിവാക്കുക, അത് റമളാൻ്റെ ഭാഗമല്ല. ഇനി അഥവാ മീറ്റിംഗ് വെക്കണം, റമളാൻ്റെ മുമ്പ് തന്നെ മീറ്റിംഗ് വെക്കുക. നോമ്പോറ എങ്ങനെയൊക്കെ ആക്കണം എന്നുള്ള മീറ്റിംഗ് ആദ്യം തന്നെ വെക്കുക. റമളാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ഖൈർ വേണമെങ്കിൽ റമളാനിലാണ് എല്ലാ മീറ്റിങ്ങും. പ്രശ്നം അവിടെ ഇല്ല, പ്രശ്നം വിശ്വസിച്ചേർക്കാണ് ഇതൊരു ഇബാദത്താണെന്നുള്ളത്. ഇബ്നു ഷിഹാബ് സുഹ്രി റഹിമഹുല്ലാഹു തആല വലിയ മുഹദ്ദിസാണ്. ഇബ്നു ഷിഹാബ് സുഹ്രി തങ്ങൾ റമളാനായി കഴിഞ്ഞാൽ ഹദീസ് പറയൽ നിർത്തും. പറയും ഇത് ഖുർആൻ്റെ മാസമാണ്, ഞാൻ ഖുർആൻ ഓതട്ടെ, നിങ്ങൾ പോയിക്കോളൂ. ദൂരത്തുനിന്ന് ആൾക്കാർ വന്നാലും ഇത് റമളാൻ്റെ മാസമാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹു തആല റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് ഫഖീഹാണ്, മുഹദ്ദിസാണ്, ജനങ്ങൾ കൗശല മനുഷ്യനാണ്. റമളാൻ വന്നു കഴിഞ്ഞാൽ ഡോറൊക്കെ പൂട്ടിയിടും, പറയും ഇത് ഖുർആൻ്റെ മാസമാണ്, ഈ മാസം ഇന്ന ഒഴിവാക്ക്. ഹദീസ് ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞിട്ട് കേൾക്കാം. അപ്പം ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നത്, ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ അമേരിക്ക അവിടെ നിന്നൊക്കെ വരുന്നവരൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്നതെന്നാണ് പഴയ കാലത്ത്. കാരണം അവർക്ക് അറിയണ നാട് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ കുറേ ദൂരം ഉള്ളതാണ്. സ്പെയിന് അവിടെ നിന്നൊക്കെ വരുന്നവരൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വരുന്നതെന്ന് പറയാം. കാരണം ദൂരമുള്ള ആഫ്രിക്ക കഴിഞ്ഞാൽ ഏത് നാടാണെന്ന് ആൾക്കാർക്ക് അറിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വരുന്നവരടക്കം റമളാനിൽ വന്നു കഴിഞ്ഞാൽ ഹദീസ് ഇല്ല. റമളാനിൽ വന്ന ഖുർആൻ ഓത മക്കൾ പെരുന്നാൾ വരെ കാത്തിക്കുക, പെരുന്നാളിന് മുതൽ നമുക്ക് ഹദീസ് ഓതാം. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് റമളാനിൽ ഹദീസ് ഓതി കൊടുത്തിരുന്നില്ല. റമളാൻ ഖുർആൻ്റെ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സഹാബാക്ക റളിയല്ലാഹു അൻഹും, താബിഈങ്ങൾ റളിയല്ലാഹു അൻഹും, അഇമ്മത്ത് റളിയല്ലാഹു അൻഹും ഖുർആനിന് കൊടുത്തിരുന്ന പ്രാധാന്യം റമളാനിൽ വല്ലാത്തതാണ്. ശരിയാണ്, ബാക്കിയുള്ള ഇൽമിനും കൊടുക്കാം, കുഴപ്പമുണ്ട് എന്നല്ല. പക്ഷെ ഖുർആന് പ്രത്യേകമായി കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു മനുഷ്യന് ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണില്ല. ഇയാൾ വിശ്വസിക്കുന്നത് ഞാൻ നല്ല സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇങ്ങനെ മുഴുങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ തൗഫീഖ് കിട്ടും. സാമൂഹ്യ പ്രവർത്തനം ബാക്കി 11 മാസം ചെയ്യാം. റമളാനിൽ സ്വയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുക, സാമൂഹ്യ പ്രവർത്തനം
കുറക്കുക. നോമ്പുറ നടത്തിക്കോ, പിന്നെ എന്താണ് നോമ്പുറ കിറ്റ് അത് നടത്തിക്കോ, നടത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനപ്പുറമുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, അതിൽ ഖൈറില്ല. റമളാനാണ് മാസം, റമളാന് അത്രയും സാമൂഹിക പ്രവർത്തനം 11 മാസം നടത്തിയല്ലോ. ഇനി റമളാനിൽ എന്ത് നടത്തുക? ഇബാദത്ത്, സ്വയം ഇബാദത്ത് എന്ന് പറയുക, നിസ്കരിക്കുക, നോമ്പൊക്കുക, സ്വയം എന്ത് ചെയ്യുക? ഖുർആൻ ഓതുക, ഖുർആനിൽ മുഴുകുക, ഖിയാം നടത്തുക, ഒപ്പം നല്ല നഫഖത്ത് കൊടുക്കുക, പൈസ കൊടുക്കുക, ദാനം ചെയ്യുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് وكان أجود ما يكون في رمضان حين يلقاه جبريل فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുൻ നാസ് ആയിരുന്നു, ഏറ്റവും ദാനം ചെയ്യുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും ദാനം ചെയ്യുന്ന മനുഷ്യനാണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്മാരിൽ ഏറ്റവും ദാനം ചെയ്യുന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ അതിലും ഉപരിയായിരിക്കും ഏറ്റവും ദാനം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ടോപ്പിൽ നിൽക്കണം. അതിലും എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും നിങ്ങൾ ഊഹിച്ചോക്ക്. അപ്പോൾ റമളാനിൽ എന്ത് ചെയ്യുക? കുറച്ച് പൈസ ഉള്ളവർ എന്ത് ചെയ്യുക? ഒന്നും വേണ്ട, പള്ളിക്ക് മോര് മേടിച്ചു കൊടുക്കുക, ഒന്നുമില്ല, ആവശ്യമുള്ളവർക്ക് കുറച്ച് കാശ് കൊടുക്കുക, നഫഖത്ത് വേണം. അല്ലാഹ് വസാരിഉ പൊറുക്കലിൻ്റെ കാരണമായിട്ട് പറഞ്ഞതിലത്തെ ഒന്നാണ് നഫഖത്ത്. ഈ ആയത്ത് നോക്ക്. ഇപ്പോൾ അത് എന്തെങ്കിലും കൂട്ടാ? റമളാനിൽ കയറിയിട്ട് പൊറുക്കപ്പെടണ കാര്യത്തിൽ കൂട്ടാം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. ആദ്യത്തെ കാരണം ഇൻഫാഖ് പറഞ്ഞത്. വഹാദ ഇഖ്തിദാഅൻ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്നതിൻ്റെ ഒരു ബാബാണ് എന്ത്? അജ്വദു മാ യകൂനു ഫി അജ്വദുൻ നാസ് വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ. റമളാനിനായിരുന്നു ഏറ്റവും ദാനം ചെയ്യുന്ന സമയം. വാദിഹ്, പറഞ്ഞു ക്ലിയറാണോ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. കൂടുതൽ സമയം ഖുർആനിന് ചിലവാക്കുക. ഖുർആൻ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ആദ്യത്തെ 10 ഇടിച്ച് കയറി ഇബാദത്ത് ചെയ്യണം എന്നല്ല. ആദ്യത്തെ റമളാൻ സ്ലോ, അവസാനത്തെ 10 സ്പീഡാക്കിക്കോ. കുറേ ആൾക്കാരെ കാണാം ആദ്യത്തെ 10 ആദ്യത്തെ ദിവസം 5 വക്ത് നിസ്കാരമുണ്ട്. ആദ്യത്തെ വക്ത് അര പേജ്, രണ്ടാമത്തെ വക്ത് അര പേജ്, അല്ലാഹ് സുബഹി കഴിഞ്ഞാൽ 1 പേജ്, 1 ജുസ് ഓതാ അല്ലേ, 1 ജുസ്, ഓറ് കഴിഞ്ഞാൽ അര ജുസ്, അങ്ങനെ കണക്കൊക്കെ കൂട്ടും, നടക്കുകയും ചെയ്യും. ആദ്യത്തെ 5 ദിവസം 10 ദിവസം നടക്കും. പിന്നെ അയാൾ താജ അറിയല്ല, പിന്നെ അയാളാണ്ട് പിന്നെ ഇന്ന് എന്തായാലും 10 ദിവസം ഓതിയല്ലേ, എന്തായാലും കണക്ക് നോക്കുമ്പോൾ ആദ്യത്തെ 10 ദിവസം ഏകദേശം 17 ജുസ് ഓതിയിട്ടുണ്ട്. ഇനി 17-ാം തീയതി ഓതിയാലും കുഴപ്പമില്ല, 7 ദിവസം ബോണസായിട്ട് അവിടെ കിടക്കേണ്ട ഒരു ഖത്മ തീർക്കാൻ. ഇയാൾ ആലോചിക്കണ ആലോചനയാണ്. പിന്നെ ഇയാൾ നഫ്സ് സവ്വലത്ത് ലഹു നഫ്സു എന്ന് പറഞ്ഞ പോലെ 17-ാം തീയതി വരും, 20-ാം തീയതി വരും, റമളാൻ കഴിയാൻ ചെയ്യാറ് 17 നീങ്ങിയിട്ടും ഉണ്ടാവില്ല. ഇതാണ് ഹക്കും ഹഖീഖത്തും, ഇതാണ് നടക്കുന്നതും. മൽ ഫായിദ? അത്രയും ബൂസ്റ്റ് ചെയ്യണ സമയത്ത് ആദ്യം ഈ ഓർഡർ ആൾക്കാരോട് പറയും, ആദ്യം സ്ലോ പേസിലോട്. സ്പീഡിൽ ഓടി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ കാലൊക്കെ വറക്കാൻ തുടങ്ങും. ആദ്യം സ്ലോ പേസിലോട്, അവസാനത്താവുമ്പോൾ 2 സ്പീഡിലാണ്ട് വിട്ടോ, അപ്പോൾ കുഴപ്പമില്ല എന്നാ പറയാം അല്ലേ. അതുപോലെ ആദ്യത്തെ 20 സ്ലോ പേസിൽ പോട്ടെ, അവസാനത്തെ 10 നിങ്ങളാണ്ട് പ്രവർത്തിച്ചു. കാരണം മടി വരില്ല. അവസാനത്തെ 10 മടി വന്നു കഴിഞ്ഞാൽ അതാ ഇനി 10 ഇനി കുറച്ച് ദിവസം ഇല്ലല്ലെന്ന് വെച്ചിട്ട് മനസ്സിനെ ഉറപ്പിക്കാം. മനസ്സിലായ? ആദ്യത്തെ 10 സ്പീഡാക്കണം എന്ന് സ്പീഡാക്കണ്ട എന്നുള്ള അർത്ഥം പറഞ്ഞതിൻ്റെ കാരണം കൊണ്ടെടുക്കാൻ കഴിയൂല, കയ്യിൽ കുറവാ, കുറച്ച് അപൂർവം ആൾക്കാർക്ക് കയ്യുള്ളത്. അപ്പോൾ ആദ്യത്തെ 10 1 ജുസ് പറ്റണവർ മുമ്പത്തെ വട്ടം 2 ജുസ് ഓതിയവരൊക്കെ ഓക്കെ, 2 ജുസ് ഇന്നിൽ ഫിക്സ് ചെയ്യുക. അതിനാണ് ഇപ്പം തന്നെ തീരുമാനിക്കുക. എൻ്റെ ജോലിയും തിരിച്ചു വരുന്ന സമയം, വീട്ടിലത്തെ സമയം, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് എത്ര ജുസ് ഓതാൻ പറ്റും എന്നുള്ള കൃത്യമായ സമയമൊക്കെ, നിസ്കാരത്തിനെ ബന്ധിക്കുക അമലൊക്കെ.
അപ്പോൾ എങ്ങനെ നിസ്കാരത്തിന് സുബഹി കഴിഞ്ഞിട്ട് ഇത്ര മണിക്ക് എനിക്ക് ജോലി, 8 മണിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ സുബഹി കഴിഞ്ഞാൽ 8 മണി വരെ എത്ര സമയമുണ്ട്? അപ്പോൾ പള്ളിയിൽ ഇരുന്നിട്ട് ഒരു ജുസ് ഓതിയിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകുള്ളൂ. തീരുമാനം എടുക്കാം, ഇനി എന്ത് വന്നാലും അത് വീട്ടിലോട്ട് ആൾക്കാരോട് പറയാം. ലോറ് കഴിഞ്ഞാൽ ജോലിയിലായിരിക്കും, അപ്പോൾ ഓതാൻ പറ്റൂല. അസർ കഴിഞ്ഞാലും ജോലിയിലായിരിക്കും. മഗ്‌രിബിൻ്റെ കുറച്ച് മുമ്പൊക്കെ ജോലിയിൽ നിന്ന് എത്തും. അപ്പം മഗ്‌രിബിൻ്റെ മുമ്പ് ഞാൻ ഇൻഷാ അല്ലാഹ് അര ജുസ് ഓതിയിരിക്കും ബിഇദ്നില്ല, ഉറപ്പിച്ച് എന്ന് വെച്ചിട്ട് ഓതിയൊക്കെ. ഞാൻ ശരിക്കും പറയേ, ഇതിൻ്റെ റിസൾട്ട് റമദാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ റമദാനി കിടക്കാം. അതിനാണ് ഷഅബാനുള്ളത്. അതിനാണ് ഷഅബാനുള്ളത്. ഷഅബാനിന് എന്തിനുള്ളത്? തയ്യാറെടുപ്പ് നടത്താൻ. എന്തിന്? റമദാനിൽ തയ്യാറെടുപ്പ് നടത്താൻ അല്ലേ? സലഫുസ് സാലിഹ് റളിയല്ലാഹു അൻഹും റമദാനിൽ ഖുർആൻ്റെ മാസമെന്ന് അറിഞ്ഞപ്പോൾ ഷഅബാനിൽ തന്നെ ഖുർആൻ ഓതി, ഖുർആൻ്റെ പൊടിയൊക്കെ തട്ടി. അവർ ഖുർആൻ ഓതിയായിരുന്നു ഇല്ല എന്നല്ല, കുറച്ചുകൂടി ഇജ്തിഹാദ് ചെയ്യാൻ, എങ്ങനെയൊക്കെ ഇജ്തിഹാദ് ചെയ്യാൻ പറ്റും എന്നുള്ള കൃത്യത നടത്താൻ വേണ്ടി റമദാനിൻ്റെ മുമ്പ് ഷഅബാനിൽ തന്നെ ഖുർആൻ ഓത്ത് കൃത്യമാക്കി വെച്ചിരുന്ന, ഓതിയിട്ട് കൃത്യമാക്കി വെച്ചിരുന്നു. അപ്പം ഇങ്ങനെ റമദാൻ വരുമ്പോൾ ഇപ്പം ഇത്ര ഓതി, ഇനി അടുത്ത റമദാനിൽ ഇത് രണ്ട് ഹിസ്ബ് ഓതാ, 2 ജുസ് ഓതാ എന്നുള്ള കൃത്യമായിട്ട് അവർ വെച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കടക്കണതിന് മുമ്പ് തൗബ, നസൂഹായ തൗബ ചെയ്ത് കിടക്കുക. അത് കാരണം നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി. എന്തിന്? റമദാനിൽ കിടക്കുമ്പോൾ പൊറുക്കപ്പെട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ റബ്ബിനോട് തേടാ, റബ്ബെ പുറത്തന്നെ, റബ്ബെ ഹക്കുള്ളവരൊക്കെ ഹക്ക് വീടാ. ചിലവർ നോമ്പ് തീർക്കാത്തവരുണ്ട്. ഇപ്പം തന്നെ ഇനി കുറച്ച് ദിവസമുള്ളൂ, പെട്ടെന്ന് നോമ്പ് തീർക്കാം. നോമ്പ് തീർക്കാനുള്ളവർ നോമ്പോറ്റ് തീർക്കാം. ഇനി ഒരാഴ്ച ഇല്ല നോമ്പ്. ചിലർക്കും പെണ്ണുങ്ങൾക്ക് ഹൈള് വന്നു കഴിഞ്ഞാൽ എന്താണ്, നോമ്പ് വെക്കണ്ട, ഖളാ വീട്ടണ്ട. എന്ത് ഖളാ വീട്ടണ്ട? ആര് പറഞ്ഞു ഖളാ വീട്ടണ്ട? പിന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കേണ്ടെങ്കിൽ അവരെ നോമ്പും വീട്ടണ്ട. പാല് കൊടുക്കേണ്ടെങ്കിൽ നോമ്പ് വീട്ടണ്ട എന്ന് ആരാ പറഞ്ഞത്? ഏത് ദീനിലാണ് പറഞ്ഞത്? കുട്ടിക്ക് പാല് കൊടുക്കണ കാരണത്താൽ നോമ്പ് നോറ്റില്ലെങ്കിൽ, അയാളെ കാരണത്താൽ നോമ്പ് നോറ്റില്ലെങ്കിൽ, അയാളെ ആരോഗ്യ കാരണത്താലാണെങ്കിൽ അത് വേറെ വിഷയം. അയാൾക്ക് ഇനി ഒരിക്കലും നോമ്പ് വെക്കാൻ പറ്റില്ല എന്നുള്ളത് അത് വേറെ വിഷയം. അതല്ല, ഈ അവസ്ഥയിൽ നോമ്പ് വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ നോമ്പ് ഖളാ വീട്ടിരിക്കണം. ഫർള്, സുന്നത്തല്ല. അത് ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചേക്കണം. കുട്ടിക്ക് വേണ്ടി നോമ്പ് പറ്റുക, അതാ കുട്ടിക്ക് വേണ്ടി അള്ളാഹ് പുറത്തരുന്ന വിഷയം വേറെ, ഖളാ വീട്ടൽ വിഷയം വേറെ. ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഉണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് എന്താണ്, ഒരു ദിവസം മേഘം വന്നിങ്ങനെ കെട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് അതൊക്കെ കുഴപ്പമില്ല, ദീന് എളുപ്പാ, നമുക്കൊരു ദിവസം കൂടി നോമ്പ് വെക്കാം, ഇത്രേ ഉള്ളൂ. അത് പറഞ്ഞ പോലെയാണ്. പുറത്തിറങ്ങി വേറെ വിഷയം, വേറെ ദിവസം നോമ്പ് വെക്കൽ വേറെ വിഷയം. അപ്പോൾ ആർക്കെങ്കിലും ഖളാ ഉള്ളവർ ഖളാ വീട്ടാം. ഇനി അഥവാ ഖളാ ഉള്ളവർ ഇത്രയും സമയം ഉണ്ടായിട്ടും ഖളാ വീട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിവുണ്ടായിട്ടും ഖളാ വീട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ മുദ്ദ് കൊടുക്കണം. റമദാൻ കഴിഞ്ഞാൽ ഖളാ വീട്ടാൻ വേണം, മുദ്ദ് കൊടുക്കാൻ വേണം. ഖളാ വീടൽ ഒരിക്കലും ഒഴിവാവില്ല. മുദ്ദ് കൊടുത്ത് തിരിച്ച ഖളാ വീടൽ ഒഴിവാവില്ല. ഒഴിവാവേണ്ട ആരുമേയില്ല, ഭയങ്കര പ്രായമായി തീരെ നോമ്പ് വെക്കാൻ പറ്റാത്ത ആളുമേയില്ല. അപ്പോൾ തീരെ അസുഖമല്ല, എത്ര സമയം പിടിക്കും, അസുഖം മാറിക്കിട്ടാൻ എത്ര സമയം പിടിക്കും എന്ന് സംശയമുള്ളവരുണ്ടാവില്ലേ? അവർ അസുഖം മാറണ വരെ കാത്തിക്ക. അപ്പോൾ ഈ റമദാൻ കഴിയാനായി, അയാൾക്ക് നോമ്പ് വെക്കണ അവസ്ഥയല്ല. അപ്പോൾ അയാൾക്ക് ഉദ്റുണ്ട്, മുദ്ദില്ല. ഉദ്റുണ്ട്, അതോടെ മുദ്ദില്ല. റമദാൻ കഴിഞ്ഞ് പിന്നെ നോമ്പ് വെക്കാൻ പറ്റില്ല. അടുത്ത റമദാൻ എത്തി, നോമ്പ് വെക്കാൻ പറ്റണില്ല, ഉദ്റുണ്ട്, മുദ്ദില്ല. എപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അയാൾക്ക് പറ്റും എന്നുള്ള കഴിവ് വരും എന്നുള്ള ആണെങ്കിൽ. ക്ലിയറാണോ പറഞ്ഞത്? വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ വീണ്ടും ഉണർത്തിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. മിക്കവരും
മിക്ക സംഘടനകളും മിക്ക കൂട്ടായ്മകളും റമളാനിലാണ് ഏറ്റവും ആക്റ്റീവ്, പ്രത്യേകിച്ച് രാത്രി. അല്ലാഹു അലം മൽ മഗ്സ. കുടുംബസംഗമം, മറ്റേ ഇത്. പിന്നെ ഏറ്റവും രസം അതല്ല, ഇബാദത്തെടുക്കുന്ന സമയത്ത് ഏറ്റവും രസം റമളാൻ കിറ്റിൻ്റെ പരിപാടിയാണ്. റമളാൻ തുടക്കത്തിലൊരു മീറ്റിങ്, നടുക്കലൊരു മീറ്റിങ്, പിന്നൊരു മീറ്റിങ്, ഷാബാനിൽ തന്നെ തീർത്തക്ക് വീണ്ടും ഉണർത്താണ്. ലിമാദ കുല്ലുഹാദ. സ്വയം അമൽ ആൾക്കാർക്ക് റമളാൻ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാക്കാൻ റമളാൻ കിറ്റൊക്കെ വേണം, പക്ഷേ അത് ഈ ഒരു രൂപത്തിലായിരിക്കരുത്. അത് ആദ്യം തന്നെ കോർഡിനേറ്റ് ചെയ്യുക. റമളാന് അള്ളാഹ്ക്ക് വേണ്ടി, അതിൻ്റെ അമൽ എനിക്ക് നാളെ ഖിയാമത്ത് നാൾ എത്തുമ്പോൾ അള്ളാഹു ശപിക്കപ്പെട്ട ആൾക്കാരിൽ പെടരുത്, ഹലാക്കാക്കപ്പെട്ട ആൾക്കാരിൽ പെടരുത്. ഞാൻ റമളാനിൽ നിന്ന് പുറത്തു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഇരുന്നിട്ട് ആ ദുആഇൻ്റെ മേൽ പറ്റി പിടിക്കരുത് എന്നുള്ള ഉറപ്പ്, 100% ഉറപ്പും വാഗ്ദാനം എടുത്തിട്ടാണ് ഞാൻ റമളാനിൽ കയറാവോ. റമളാനിൽ ഇറങ്ങുമ്പോൾ അങ്ങനെ ആയിരിക്കണം. 100% അതൊരു വാഗ്ദാനമായിരിക്കും. അള്ളാഹിൻ്റെ മുന്നിൽ ഞാൻ സാക്ഷ്യം വെച്ച് പറയുന്നു, എനിക്ക് ഞാൻ അങ്ങനെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് റബ്ബേ തരണേ, ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കും എന്നുള്ള സാക്ഷ്യത്തോടെ ഓരോരുത്തരും സ്വയം ആഹദ് ചെയ്യുക, സ്വയം വാഗ്ദാനം ചെയ്യുക. അങ്ങനെ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ തൗഫീഖ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. കാരണം അയാൾ അസ്മുണ്ട്. അസ്മുള്ളവനക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംശയമൊന്നുമില്ലേ? കുറേ കൊല്ലായി ഈ ഓരോ കൊല്ലത്തിൽ ഒന്നിച്ചു കൊടുക്കണോ കൊല്ലം